ഇത് പിൻവാതിൽക്കാരുടെ സർക്കാർ. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എല്ലാ വകുപ്പുകളിലും പാർട്ടി അടിമകളെ കുത്തിനിറയ്ക്കുകയാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം അടിമകളെ വിവിധ വകുപ്പുകളിൽ കുത്തിനിറച്ചു കഴിഞ്ഞു. ഇതിൽ തന്നെ കഴിഞ്ഞ 10 വർഷമായി കുത്തിനിറയ്ക്കപ്പെട്ട 10 വർഷക്കാരെയെല്ലാം സ്ഥിരപ്പെടുത്തൽ തകൃതിയായി തുടരുകയാണ്. ഇവിടെ PSC പരീക്ഷ എഴുതി 1ാം റാങ്കുകാർ ആയിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും ജോലിയെന്ന് കരുതി കാത്തിരിക്കുകയാണ് കുറേ പേർ. ആ പോസ്റ്റുകളിലെല്ലാം ഒരു പരീക്ഷയുമില്ലാതെ ഒരു മെറിറ്റും നോക്കാതെ സ്വന്തക്കാരെ നിയമിച്ചു കഴിഞ്ഞു. അസിസ്റ്റൻ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റുകാരിൽ 1ാം റാങ്ക് നേടിയവർ പ്രതീക്ഷയേറ്റ് സ്വന്തം വിധിയെ ശപിച്ചു കഴിയുമ്പോൾ നേതാക്കളുടെ ഭാര്യമാരും മക്കളും സമാന തസ്തികകളിൽ പിൻവാതിൽ വഴി കയറി ലക്ഷങ്ങൾ മാസം ശമ്പളമായി കൈപ്പറ്റുന്നു. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു PSC? വിവിധ വകുപ്പുകളിലെ ക്ലറിക്കൽ തസ്തികകൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 7 മാസത്തോളമായി. 2% പേരെ പോലും നിയമിച്ചിട്ടില്ല. കാരണം എല്ലാ വകുപ്പുകളിലും പാർട്ടിക്കാർ കയ്യേറിക്കഴിഞ്ഞു. PSC പിരിച്ചുവിടും. 21 പാർട്ടി അടിമകൾക്ക് ഖജനാവിലെ പണം ചോർത്തി കൊടുക്കുന്നത് എന്തിന്? ഒരാൾക്ക് ചെയർമാന് 4,10,000 ശമ്പളം, മറ്റ് മെമ്പർമാർക്ക് 4 ലക്ഷം. 6 വർഷം കഴിയുമ്പോൾ ഇവർക്ക് 2.5 ലക്ഷം വീതം ജീവിതകാലം മുഴുവൻ പെൻഷൻ. ഇത് ഭരണമാണോ? ഇത് ഭരണമല്ല. കമ്മികൾ സ്വന്തക്കാർക്ക് വേണ്ടി നടത്തുന്ന ഭരണ ആഭാസം, ഭരണ അശ്ലീലമാണിത്.